തപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 16. നമ്മളിന്ന് അധ്യായം 5, 6, 7 ആ ഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് മാസ്റ്റർ മഹാശയൻ ഭഗവാനോടൊപ്പം അവധിക്കാലം താമസിക്കാൻ വരുന്ന ആ ഘട്ടം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മാസ്റ്റർ മഹാശയൻ്റെ ഭഗവാനോടൊപ്പം താമസിച്ചതിൽ ഏറ്റവും കൂടുതൽ കാലം താമസിച്ചത് ഈ സന്ദർഭത്തിലാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഈ ഭാഗം നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും മാസ്റ്ററുടെ സാധനാ ജീവിതത്തിലേക്ക് ഒരു പ്രത്യേക നിർദ്ദേശങ്ങളാണ്, ആ പ്രത്യേക നിർദ്ദേശങ്ങൾ ലഭിച്ചതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് ആ നിർദ്ദേശങ്ങൾ? ഭഗവാനിൽ നിന്ന് ലഭ്യമായ ആ ഭഗവാൻ മാസ്റ്റർ മഹാശയനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പോയ കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം കുടുംബത്തെ എങ്ങനെ കാണണം എന്നാണ്. മാസ്റ്റർ മഹാശയനോട് തൻ്റെ കുടുംബത്തെ എങ്ങനെയാണ്, ഒരു സാധകൻ കുടുംബത്തെ എങ്ങനെയാണ് കാണേണ്ടത്. പിന്നൊന്ന്, രണ്ടാമത്തെ കാര്യം പ്രാരാബ്ധ കർമ്മങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ്. കാര്യം എല്ലാ ഗൃഹസ്ഥാശ്രമികൾക്കും എല്ലാ മനുഷ്യർക്കും പ്രാരാബ്ധ കർമ്മങ്ങൾ ഉണ്ടായിരിക്കും. അത് ഒഴിവായി ആരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ പ്രാരാബ്ധ കർമ്മങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത്, അത് നേരിടുക മാത്രമേ നിവൃത്തിയുള്ളൂ, അത് ഒഴിവാകാൻ പറ്റില്ല. മൂന്നാമത് ഭഗവാൻ നൽകുന്ന ഉപദേശം ഈ പ്രാരാബ്ധ കർമ്മങ്ങൾ ഒരാളെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. നേരിടേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു വശം. രണ്ടാമത്തെ ഭാഗം ഈ പ്രാരാബ്ധ കർമ്മങ്ങൾ ഒരാളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. കാര്യം അത് ബാധിച്ചേ പറ്റൂ. കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ വന്നേ പറ്റൂ, അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ആ പ്രാരാബ്ധ കർമ്മങ്ങൾക്ക് പ്രാരാബ്ധത്തിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ എത്രയൊക്കെ അതിൽ നിന്ന് മാറാൻ പോയാലും നമുക്കത് മാറാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ആ പ്രാരാബ്ധ കർമ്മങ്ങളിലുള്ള വൈഷമ്യതകളെ എങ്ങനെ ഈശ്വര സാക്ഷാത്കാരത്തിനനുസരിച്ച് ഈശ്വരീയമായ ഒരവസ്ഥയിൽ നമുക്ക് അതിൻ്റെ ശക്തി കുറയ്ക്കാം, ഡോസേജ് കുറയ്ക്കാം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ഭഗവാൻ 3 കാര്യങ്ങൾ, ഇവിടെ 3 വാക്കുകൾ പ്രയോഗിക്കുന്നുണ്ട് മാസ്റ്റർ മഹാശയനോട്. ആസ്തി, ഭാതി, പ്രിയം. ഇതെന്താണ് ഒരു സാധകനെ സംബന്ധിച്ച്? ആസ്തി, ഭാതി, പ്രിയം ഇതെന്താണ്? അഞ്ചാമത്തെ കാര്യം, ഒരു ശിശുവിനെ പോലുള്ള വിശ്വാസമാണ് ഒരാൾക്ക് വേണ്ടത്. ഒരു കുഞ്ഞിനെ പോലെ. ഒരു കുഞ്ഞെങ്ങനെയാണോ ഓരോ കാര്യങ്ങൾ വിശ്വസിക്കുന്നത്, ആ കുഞ്ഞിൻ്റെ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് വേണം നമ്മൾ ഈശ്വരീയമായ അവസ്ഥയിൽ നമ്മളും ഇരിക്കാൻ. അത്രമേൽ ഉറച്ച വിശ്വാസത്തോടു കൂടി ഒരു കുഞ്ഞിനെ പോലെ ഇരിക്കണം. ഇത് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ വല്ലാതെ വിങ്ങലുണ്ടാക്കുന്ന ഒരു ഭാഗം ഭഗവാൻ പറഞ്ഞത് ഉണ്ട്. അത് വായിക്കുമ്പോൾ വല്ലാതെ വിങ്ങലുണ്ടാവും, വിഷമം വരും, വിങ്ങൽ വരും. അതേതെന്ന് വെച്ചാൽ ഭഗവാൻ ഒരു 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 എങ്ങനെയാണ് ഈ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ എന്നുള്ളത്, കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഭഗവാൻ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നതിൽ ഒരു ഉദാഹരണം,
ആ ഉദാഹരണം എന്തെന്ന് വെച്ചാൽ, ഒരു ജമീന്ദാരുടെ വീട്ടിൽ വേലക്കാരിയുടെ മകനും ആ ജമീന്ദാരുടെ മകനും തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് യാതൊരു കൂടെ കളിക്കുന്ന ആൾ ജമീന്ദാറാണെന്നോ ജമീന്ദാരുടെ മകനെ സംബന്ധിച്ച് കൂടെ കളിക്കുന്നവൻ വേലക്കാരിയുടെ മകൻ ഒന്നും അവർക്ക് അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. അവർക്ക് അങ്ങനെയൊന്നും അറിയില്ല. അതിൻ്റെ വ്യത്യാസങ്ങളൊന്നും അവർക്കറിയില്ലല്ലോ. ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഈ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ജമീന്ദാരുടെ മകൻ ഈ വേലക്കാരിയുടെ മകനെ എന്തോ ചെയ്തു. കളിയിലെ ഒരു കുസൃതി എന്തോ ചെയ്തു. ആ സന്ദർഭത്തിൽ ആ വേലക്കാരിയുടെ മകൻ ജമീന്ദാരുടെ മകനോട് പറയുന്നത് ആണ് എനിക്ക് വിങ്ങലുണ്ടാക്കുന്നത്. ആ ജമീന്ദാരുടെ മകനോട് പറയും, എനിക്ക് അമ്മയുണ്ട്, ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം എത്ര വിശ്വാസമാണ് അവൻ ആ അമ്മ എന്നുള്ള ആ സ്ഥാനത്ത്, അമ്മയിലേക്ക്. കാരണം ആ ജമീന്ദാരുടെ ആട്ടും തുപ്പും അടിയും ചവിട്ടും കൊള്ളാൻ വിധിക്കപ്പെട്ട ഒരു ജോലിക്കാരി മാത്രമാണ്. പക്ഷെ കുഞ്ഞിൻ്റെ മനസ്സിൽ ആ അമ്മ അങ്ങനെയല്ല, സർവശക്തയാണ് അമ്മ. അപ്പം ആ കുഞ്ഞ് ജമീന്ദാരുടെ മകനെ നേരിടുന്നത് എനിക്കെൻ്റെ അമ്മയുണ്ട്, അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുക്കും എന്നാണ്. അപ്പം അവൻ്റെ ഒരു ആത്മധൈര്യം എന്ന് ആലോചിച്ചു നോക്കുക. അവൻ്റെ അമ്മ എന്നുള്ള ആ സ്ഥാനത്തിരുന്നുണ്ട്. ഈ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയാണ് ഈശ്വരനോടും നമുക്ക് വേണ്ടത് എന്ന് ഭഗവാൻ പറയും. അതാണ് ഭഗവാൻ ഇടയ്ക്ക് ഈശ്വരനോടുള്ള നമ്മുടെ കൺസേൺ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഭഗവാൻ പറയുന്നൊരു ഉദാഹരണമാണ്. ഇതുപോലെ ഒരുപാടുണ്ട്. പിന്നെ ഒന്ന്, താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ പ്രധാനമാണ് ഒരു സാധകനെ സംബന്ധിച്ച്. ഒരാളൊരു സാധനാ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അയാൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരം ഈ 6 കാര്യങ്ങളാണ് ഭഗവാൻ മാസ്റ്റർ മഹാശയൻ്റെ ജീവിതത്തെ ഇവിടുത്തെ താമസത്തെ, സാധനാ ജീവിതത്തെ, ഇവിടെ താമസിച്ചുകൊണ്ടുള്ള സാധനാ ജീവിതത്തെ മാസ്റ്റർ മഹാശയനോട് എങ്ങനെയാണ് ഈ 6 കാര്യങ്ങളിലൂടെയാണ് ഭഗവാൻ ബോധ്യപ്പെടുത്തുന്നത്. അതാണ് നമുക്കിനി ഇവിടെ ഈ അധ്യായത്തിൽ, ഈ 5, 6, 7 അധ്യായത്തിൽ നമുക്കിനി നോക്കേണ്ടത് ആ ഭാഗമാണ്. നോക്കാം. മാസ്റ്റർക്ക് ഭഗവാൻ നൽകുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് കൂടി വേണ്ടി എന്ന് നമ്മൾ കരുതണം. ഈ ഭാഗം വായിച്ചു പോകും. മാസ്റ്റർ തീവ്ര വൈരാഗ്യമുള്ളവനായി മാറണം എന്ന സന്ദേശമാണ് ഭഗവാൻ ആദ്യം നൽകുന്നത്. തീവ്ര വൈരാഗ്യമുണ്ടായിരിക്കണം. ഒരു സാധകന് തീവ്ര വൈരാഗ്യം അത്യാവശ്യമാണ്. ഭാര്യയെയും മക്കളെയും കണ്ടാൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്, ഒരു സാധകന് പറഞ്ഞു കൊടുക്കുന്നതാണ്. മാസ്റ്റർ മഹാശയൻ എന്ന ഗൃഹസ്ഥന് പറഞ്ഞു കൊടുക്കുന്നതല്ല. കാര്യം ഇവിടെ വന്ന് താമസിച്ച് ആ സാധകനായിരിക്കുമ്പോൾ ആ സാധകന് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതാണെന്ന് പ്രത്യേകം ആലോചിക്കണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, ഭാര്യയെയും മക്കളെയും കണ്ടാൽ പൊട്ടക്കിണറായി കരുതണം എന്ന് മാസ്റ്ററോട് പറയാണ്. അത് പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ വല്ലാതൊരു ഇത് തോന്നും. അത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം തീവ്ര വൈരാഗിയായിരിക്കണം. തീവ്ര വൈരാഗിയായിരിക്കണം എന്നുള്ളതിന് പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞതാണ് ഭഗവാൻ. ഇതിൽ അപ്പുറം ഇതിന് പറയാനില്ല. വേറെ ഏത് ഭാഷയിൽ ഏത് ഉപമയിൽ പറഞ്ഞാലും ഒരുപക്ഷെ സാധകൻ അത് മനസ്സിലാവെന്ന് വരില്ല. അപ്പം കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഒരു പൊട്ടക്കിണറാണ് എന്ന് കരുതണം. അതാണ് തീവ്ര വൈരാഗ്യത്തിൻ്റെ അളവ്. അതായത് അനാസക്തനായിരിക്കണം എന്നാണ്. അനാസക്തനായി ജീവിച്ചാൽ മാത്രം പോരാ. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അനാസക്തനായി ജീവിച്ചാൽ മാത്രം പോരാ,
മായയെ തോൽപ്പിക്കണം. അതാണ് അതിൻ്റെ വ്യത്യാസം. അനാസക്തിയല്ല. അനാസക്തി ഓക്കെ, പക്ഷെ അതല്ല, മായയെ തോൽപ്പിക്കാൻ കഴിയണം. അതിനുള്ള ശക്തി ഉണ്ടാവണം ഒരു സാധകൻ. സ്ത്രീകളെ ശക്തി സ്വരൂപിണികളായിട്ട് കാണണം. അപ്പൊ കുടുംബം അപ്പൊ അതാണ് ഭഗവാൻ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ കോൺട്രഡിക്ഷൻ കൂടെ വരും അതിനകത്ത്. അതിനെ പൂർണ്ണ അർത്ഥത്തിലേക്ക് മനസ്സിലായില്ലെങ്കിൽ ആദ്യം പറഞ്ഞത് മാത്രം എടുത്ത് നമ്മൾ ചിന്തിച്ചാൽ അബദ്ധം പറ്റും. അപ്പോൾ കുടുംബം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെയാണ് ഭഗവാൻ പറഞ്ഞത് പൊട്ടക്കിണർ എന്ന് കാണുക. പക്ഷേ അവിടെ സ്ത്രീ എന്ന സങ്കല്പത്തെ കാണുമ്പോൾ ശക്തി സ്വരൂപിണിയായിട്ട് കാണണം. അപ്പൊ ഭാര്യയെ കാണേണ്ടത്, ഒരു സാധകൻ അവൻ്റെ ഭാര്യയെ കാണേണ്ടത് ശക്തി സ്വരൂപിണിയായിട്ട് കാണണം. സാക്ഷാൽ മഹാമായ ശക്തി സ്വരൂപിണിയായിട്ട് തന്നെ കാണണം. അതായത് എങ്ങനെയാണ് ആ ശക്തി സ്വരൂപിണിയെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ശക്തി സ്വരൂപിണി ആയാൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് കരുതേണ്ടത്. രാമനും സീതയും പേരുകൊണ്ടേ വ്യത്യാസമുള്ളൂ. രാമൻ സീത രണ്ടും ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ പേരിട്ട് ഇത് രാമൻ ഇത് സീത എന്ന് പറയുന്നു എന്ന് മാത്രം. രാമൻ തന്നെയാണ് സീത, സീത തന്നെയാണ് രാമൻ, തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ ആ ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ മനസ്സിലായില്ല. അപ്പൊ കുടുംബത്തെക്കുറിച്ച് ഒരു സാധകന്റെ സങ്കല്പം വരുന്നത് എങ്ങനെ? അതാണ് ഈ സങ്കല്പം. ഇനി എല്ലാം ത്യജിക്കാമെന്ന് കരുതിയത് കൊണ്ട് കാര്യമില്ല. പ്രാരാബ്ധകർമ്മം എത്രയുണ്ട് എന്നതും ഒരു പ്രശ്നമാണ്. ഇപ്പം ഞാൻ എല്ലാം ത്യജിച്ച് സകല ഇതിൽ നിന്നും വിടുതൽ വാങ്ങി തീവ്ര വൈരാഗ്യത്തോടുകൂടി ഞാനൊരു സാധകനായി മാറാൻ തീരുമാനിച്ചിരിക്കുന്നു, ഒരു സാധനാ ജീവിതം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തീരുമാനിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. പ്രാരാബ്ധം എത്രത്തോളമുണ്ട് എന്നതൊരു പ്രശ്നമാണ്. അത് ഇയാൾ വിചാരിച്ചാൽ മാറാൻ പറ്റില്ല. ഇയാളുടെ പ്രാരാബ്ധം ഇയാളെ തിരിച്ച് അതിലേക്ക് പിടിച്ചിടും. അതിന് ഒരു ഭഗവാൻ തന്നെ ഇതിനകത്തൊരു ഉദാഹരണം പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രാരാബ്ധം എങ്ങനെയാണ് വന്ന് പെടുന്നത് എന്ന്. ഒരു രാജാവിനോടൊരു യോഗി ഒരിക്കൽ ഒരു ഉപദേശം നൽകി. യോഗി, ഒരു സന്യാസി, രാജാവിനെ കാണാൻ വന്നപ്പോൾ രാജാവിനോടൊരു ഉപദേശം നൽകി. എൻ്റെ കൂടെ, അപ്പോൾ രാജാവിന് ഈ സാധന വേണം, സാധനാ ജീവിതം വേണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അതേസമയം രാജ്യകാര്യങ്ങളിലുള്ള തിരക്കൊരു വശത്ത്, ഭരണകാര്യങ്ങളിലുള്ള തിരക്കൊരു വശത്ത്. പക്ഷേ എത്രയും വേഗം തൻ്റെ ഈ അധികാരങ്ങളെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് തനിക്ക് സമ്പൂർണമായി സാധനാ ജീവിതത്തിലേക്ക് പോയാൽ കൊള്ളാമെന്ന് മനസ്സിലുണ്ട് രാജാവിന്. അത് രാജാവ് പറഞ്ഞു. അപ്പോൾ സന്യാസി അതിന് പറഞ്ഞു കൊടുത്ത ഒരു മാർഗം, ഒട്ടും പേടിക്കണ്ട, ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ കാട്ടിലേക്ക് പോന്നോളൂ. കാട്ടിൽ അപ്പോൾ എല്ലാം ത്യജിച്ചിട്ട് തീവ്ര വൈരാഗ്യത്തോടു കൂടി കാട്ടിലേക്ക് പോരും. അപ്പോൾ അതിന് ബുദ്ധിമുട്ടില്ല. കാര്യം ഭരണം മക്കളെ ഏൽപ്പിക്കാം, മറ്റു കാര്യങ്ങൾക്കൊക്കെ അവിടെ ആളുണ്ട്. ഏത് സെക്കൻഡിൽ വേണമെങ്കിലും എല്ലാം നിർത്തിയിട്ട് രാജാവിന് ഇറങ്ങി പോരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് സന്യാസി പറഞ്ഞത് പോരും. തീവ്ര വൈരാഗ്യം, നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്തൊക്കെയാണ് വേണ്ടത്, തീവ്ര വൈരാഗ്യം. ശരി, തീവ്ര വൈരാഗ്യം ഞാനിതാ ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞത്, സന്യാസിയോട് പറഞ്ഞു, മഹർഷേ, അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പം സന്യാസി അത്ഭുതത്തോട്, അതെന്താ കാര്യമില്ലാത്തത്? എൻ്റെ കൂടെ കാട്ടിൽ വന്ന് എന്നോടൊപ്പം താമസിച്ചാൽ എന്താ പ്രശ്നം? അപ്പോൾ രാജാവ് പറഞ്ഞത്, മഹർഷേ, ഞാൻ എൻ്റെ പൂർവ പ്രാരാബ്ധ കർമ്മത്തിൻ്റെ ഇത് ഇപ്പോഴും എന്നിൽ നിന്ന് പോയിട്ടില്ല, അത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങയോടൊപ്പം കാട്ടിൽ വന്നാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഞാൻ കാട്ടിൽ വന്നാൽ അവിടെ ഒരു രാജ്യം നിർമ്മിക്കാൻ ശ്രമിക്കും. അതാണ് എൻ്റെ പ്രാരാബ്ധം.
കാര്യം ഞാൻ കാട്ടിൽ വന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അവിടെ വരുമ്പോൾ എൻ്റെ പ്രാരാബ്ധം എന്നെ അവിടെ ഒരു രാജ്യം നിർമ്മിക്കാൻ പ്രേരിപ്പിക്കും. ആ കാട്ടിലൊരു രാജ്യം നിർമ്മിക്കാൻ പ്രേരിപ്പിക്കും. അപ്പോൾ വരുന്ന അനുഭവം എന്താ? എൻ്റെ പ്രാരാബ്ധത്തിൻ്റെ കടുപ്പം കൊണ്ട് സന്യാസി ഇപ്പോൾ താമസിക്കുന്ന കാട് നഗരമായി മാറും. അവിടെ ഈ പറഞ്ഞ നഗരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പിന്നീട് വരാൻ തുടങ്ങും. സന്യാസിക്ക് അവിടെ വിട്ട് ഓടേണ്ടി വരും. അപ്പം ഇത് രാജാവ് തന്നെയാണ് സന്യാസിയോട് പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനൊരു കുഴപ്പമുണ്ടെന്ന്. ഇതാണ് പ്രാരാബ്ധ കർമ്മത്തിൻ്റെ പ്രശ്നം. നമ്മൾ എന്തെല്ലാം ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചാലും പ്രാരാബ്ധ കർമ്മം അതെല്ലാം റീക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മളെ അതിനകത്ത് പിടിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് നമ്മളെ വലിച്ചിടും. അപ്പം അതാണ് ഭഗവാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെ തീവ്ര വൈരാഗ്യം വേണമെന്ന് വിചാരിച്ചാലും നിങ്ങളുടെ പ്രാരാബ്ധകർമ്മം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അതനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് സംഭവിക്കുകയുള്ളൂ. എന്നാൽ ഭഗവാൻ അതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ എങ്ങനെ മാറി മാറി വരണം, അല്ലെങ്കിൽ അതിനുള്ള പരിശീലനങ്ങൾ നൽകി. ഇതൊന്നും മാറില്ല എന്നല്ല പറയുന്നത്. ഇതൊക്കെ ഈശ്വരന് ഇതെല്ലാം മാറ്റി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കാൻ പറ്റും ഈശ്വരൻ. അപ്പോൾ മാസ്റ്റർ മഹാശയൻ ഇപ്പോൾ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണ് പൂർണ്ണമായിട്ട്. അപ്പോൾ ഈ പ്രാരാബ്ധങ്ങളും പ്രാരാബ്ധ കർമ്മങ്ങളുടെ ഫലങ്ങളും എല്ലാം മാറ്റിക്കൊടുക്കാൻ ഏതൊക്കെ തരത്തിൽ മാറ്റാം എന്നൊക്കെ ഭഗവാൻ ഇനി നല്ല കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ ദക്ഷിണേശ്വരത്ത് വന്നതുകൊണ്ട് പ്രാരാബ്ധ കർമ്മത്തിൻ്റെ കുറവ് വരണമെന്ന് നീ വിചാരിക്കല്ലേ. അപ്പം നീ വിചാരിക്കും ഞാൻ ഈശ്വരൻ്റെ സന്നിധാനത്തിൽ വന്നു, ദക്ഷിണേശ്വരത്ത് വന്നു, ഭഗവാനോടൊപ്പം ഇനി തുടർന്ന് കുറേ ദിവസത്തേക്ക് ഭഗവാനോടൊപ്പമാണ്. അപ്പം അവിടെ അന്ന് നമുക്കറിയാം, ഇത് ഡിസംബറിലായതുകൊണ്ട് ഡിസംബർ 14 മുതലുള്ള കാര്യമാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണമാണല്ലോ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുന്നത് കൊണ്ട് ദീർഘമായ ഏതാണ്ട് 1 മാസം നീണ്ടു നിൽക്കുന്ന അവധി, നമുക്കിവിടെ ചില അവധി കൊടുക്കൂലേ, ഓണം അവധി, ക്രിസ്മസ് അവധി എന്നൊക്കെ പറയും, അവർക്ക് ക്രിസ്മസ് അവധി. ഇപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആയതുകൊണ്ട് ക്രിസ്മസ് അവധി എന്ന് പറയുന്നത് വളരെ ദീർഘിച്ച ഒരു, നമ്മുടെ മധ്യവേനൽ അവധി എന്നൊക്കെ പറയുന്ന പോലുള്ള ദീർഘമുള്ള ഒരു അവധിയാണ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. ഇപ്പോഴും നമ്മൾ ആ അവധിയെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ എവിടെയൊക്കെയാണോ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത് അവിടെയൊക്കെ ഇപ്പോഴും ക്രിസ്മസ് അവധിയും അല്ലെങ്കിൽ ന്യൂ ഇയർ അവധിയൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മളെവിടെയും അതുണ്ട്. നമ്മളെവിടെ 10 ദിവസം ഒക്കെ ആയിട്ട് ചുരുങ്ങിയെന്ന് മാത്രം. പക്ഷെ അന്ന് ഭരണകാലത്ത്, അവരുടെ ഭരണകാലത്ത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലം ആയതുകൊണ്ടാണ് 1 മാസം നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ 1 മാസത്തേക്ക് സ്കൂളൊന്നുമില്ല. അതുകൊണ്ട് ആണ് മാസ്റ്റർ മഹാശയന് ഇവിടെ വരാൻ പറ്റിയത്. അങ്ങനെയാണ് മാസ്റ്റർ മഹാശയൻ ഈ ദിവസം, ഈ സന്ദർഭം തിരഞ്ഞെടുക്കുന്നത്, ഈ അവധിക്കാലം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ ദക്ഷിണേശ്വരത്ത് വന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. ദക്ഷിണേശ്വരത്ത് വന്നു എന്നുള്ളത് കൊണ്ട് നിനക്ക് ഫലപ്രാപ്തി ഉണ്ടാവണമെന്ന് നീ വിചാരിക്കരുത്. നിന്റെ പ്രാരാബ്ധം മാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു ഉദാഹരണം ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇതിനു മുമ്പ് ഒരാൾ ഇവിടെ വന്നിരുന്നു. മാസ്റ്റർ മഹാശയൻ വരുന്നതിന് മുമ്പ് ഒരാൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നടവര പഞ്ചന്നോ എന്താണ് അയാളുടെ പേര്, നടവര പഞ്ചൻ അല്ലേ, അങ്ങനെ ഒരു ആൾ അവിടെ വന്നിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് കാണാം. എവിടെയാണതെന്ന് നോക്കട്ടെ. അതെ, നടവര പഞ്ചൻ. നടവര പഞ്ചൻ എന്നൊരാൾ ഇവിടെ ഈ ദക്ഷിണേശ്വരത്ത്, അയാൾ വന്നതല്ല, അയാൾ ജനിച്ചു വളർന്ന സ്ഥലമാണ് ഈ ദക്ഷിണേശ്വരം. അന്ന് ഈ ദക്ഷിണേശ്വരം എന്ന് പറയുന്നത് ഇതുപോലെ വികാസം പ്രാപിച്ചിട്ടൊന്നുമില്ല. ഈ നടവര പഞ്ചൻ ഇവിടെ ഈ ദക്ഷിണേശ്വരത്ത് ജനിച്ചു വളർന്ന ആളാണ്. അയാൾ ഇവിടെ കാലിമേച്ച് നടന്ന ആളാണ് നടവര പഞ്ചൻ. അപ്പോൾ അയാൾ കാലിമേച്ച് നടന്ന ആ ആള്, പക്ഷെ അയാളുടെ പ്രാരാബ്ധം അനുസരിച്ച് അയാൾക്ക് ഈ ഭോഗവാസന അയാളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ആ കുട്ടിയിൽ നിന്ന് ഭോഗവാസന, അല്ലെങ്കിൽ ആ ജന്മത്തിൽ നിന്ന്, നടവര പഞ്ചൻ്റെ ജന്മത്തിൽ ഭോഗവാസന വിട്ടുപോയിട്ടില്ല. അതാണ് അയാളുടെ പ്രാരാബ്ധകർമ്മത്തിൻ്റെ ഫലം. അപ്പോൾ അതുകൊണ്ട് അയാൾ എന്ത് പറ്റി,
ഈ ദക്ഷിണേശ്വരത്താണ് താമസിച്ച് വളർന്നത്, കാലികൾ മേച്ചതും ഒക്കെ, നല്ല അന്തരീക്ഷം, എല്ലാം ശരി. പക്ഷെ അയാളുടെ ഉള്ളിൽ പോയത് എന്താണ്? ഈ ദക്ഷിണേശ്വരത്തിൻ്റെ പ്രത്യേകതകളൊന്നും ആ ആളുടെ മനസ്സിലേക്ക് വന്നില്ല. പകരം അയാൾക്ക് തോന്നിയത് ഒരു ആവണക്കെണ്ണയുടെ കമ്പനി തുടങ്ങാനാണ് തോന്നിയത്, അല്ലേ? അപ്പം നമ്മൾ ഗുരുവായൂർ താമസമാക്കുന്നു തീരുമാനിക്കുന്നു. അപ്പം ഗുരുവായൂർ താമസമാക്കിയത് കൊണ്ട് ഗുരുവായൂരിൽ താമസിക്കുന്നവരെല്ലാവരും ഈശ്വര സന്നിധാനത്തിലാണെന്ന് ആണെങ്കിൽ പോലും അല്ലല്ലോ. കാരണം പല പല പ്രാരാബ്ധ കർമ്മത്തിൻ്റെ ഫലമായി ഗുരുവായൂർ വന്ന് താമസിച്ച ആളുകളാണ്. എങ്ങനെ വന്നു? ചിലർ കച്ചവടമാണ് ഉദ്ദേശിച്ചത്, അവർക്ക് അവിടെ ഹോട്ടലാണ്. വേറെ ചിലർക്ക് വേറെ എന്തെങ്കിലും കച്ചവടമായിരിക്കും. അപ്പം ഇങ്ങനെ പല പല കച്ചവടങ്ങളായിട്ടാണ് ജീവിച്ചത്. അപ്പം ഗുരുവായൂർ താമസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പം നമ്മൾ ചില പരസ്യങ്ങളൊക്കെ കാണുന്ന പോലെയാണ്. ഗുരുവായൂർ തൊഴാൻ പോകാവുന്ന ദൂരത്തിൽ നമുക്ക് ഫ്ലാറ്റ് നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യം കാണും ചില ഈ ഫ്ലാറ്റുകൾ വിൽക്കുന്ന കമ്പനിക്കാരുടെ. അപ്പം അവരുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ പോകാനുള്ള ദൂരം. അതായത് ചായക്ക് വെള്ളം വച്ചിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വന്നിട്ട് ചായ കുടിക്കുക, അത്ര അടുത്ത്. അങ്ങനെ താമസിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ കൃപാകടാക്ഷത്തിന് വിധേയമാകണമെന്നൊരു നിർബന്ധമില്ല. കാരണം ഗുരുവായൂർ താമസിക്കുമ്പോൾ മനസ്സിലുള്ള ചിന്ത വേറെയാണെങ്കിൽ തീർന്നില്ലേ. അപ്പോൾ കച്ചവടക്കാരനായതുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ നടവര പഞ്ചൻ ദക്ഷിണേശ്വരത്താണ് താമസിച്ചതെങ്കിലും അയാളുടെ ഉള്ളിലുള്ള ആഗ്രഹം ഒരു ആവണക്കെണ്ണ കമ്പനി തുടങ്ങണമെന്നാണ്. അങ്ങനെ അയാളൊരു ആവണക്കെണ്ണ കമ്പനി തുടങ്ങി, വലിയ ധനികനായി, ഗംഭീര ധനികനായി. എന്നിട്ടോ അയാൾ ആലംബസാറിൽ പോയിട്ട് വലിയ കമ്പനി ഈ ആവണക്കെണ്ണ കമ്പനിയുടെ വലിയൊരു ഫാക്ടറി തന്നെ ആലംബസാറിൽ ആരംഭിച്ചു. അപ്പം ഇതാണ് അയാൾ കൽക്കട്ടയിലെ വലിയ വലിയ വ്യവസായിയായി മാറി. അപ്പോൾ ദക്ഷിണേശ്വരത്ത് താമസിക്കുന്നതുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരമല്ലല്ലോ. അതാണ് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ താമസിച്ചു, ഈ സ്ഥലം താമസിച്ചത് കൊണ്ട് നിനക്ക് പ്രയോജനപ്പെടണം എന്ന് നീ വിചാരിക്കരുത്. ഇതാണ് മാസ്റ്റർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളുടെ ഓരോരോ ഘട്ടങ്ങളാണ് കേട്ടോ. പിന്നെ അപ്പം മാസ്റ്റർ ഇവിടെ വന്ന് വെറുതെ താമസിച്ചത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്ന ബോധം ഭഗവാൻ ആദ്യമേ അങ്ങ് നൽകി. അപ്പം ഇത്തരം ഉപദേശങ്ങൾ കേട്ടതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ദിവസവും എന്തെങ്കിലുമൊക്കെ വന്ന ദിവസം, ഇതിപ്പോൾ വന്നിട്ടേ ഉള്ളൂ, താമസിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം അവിടെ വന്നതുകൊണ്ട് ഈ ഉപദേശങ്ങളെല്ലാം കേട്ട് അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി മാസ്റ്റർ മഹാശയൻ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ 23 ദിവസത്തോളമാണ് മാസ്റ്റർ മഹാശയൻ ഈ ഘട്ടത്തിൽ ഇവിടെ താമസിക്കുന്നത്. 23 ദിവസം. അതും വീട്ടിൽ പോകാതെ, ഒന്നും അന്വേഷിക്കാതെ ആണ് ഇവിടെ വന്ന് സമ്പൂർണമായിട്ട് ഭഗവാന്റെ അടുത്ത് സമർപ്പണ ബുദ്ധിയോടുകൂടി ഒരു സാധകനായി സകല വേൾഡിലെ അഫക്ഷൻസൊക്കെ മാറ്റി വച്ചിട്ട് ഭഗവാനോടൊപ്പം താമസിക്കുകയാണ്. എന്നുള്ള തീരുമാനത്തിൽ, ഇങ്ങനെ ഉറച്ച തീരുമാനത്തിൽ, ഈ കഥകളൊക്കെ കേട്ടെങ്കിലും നല്ല ഉറച്ച തീരുമാനത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ലൗകിക മനുഷ്യനാണല്ലോ മാസ്റ്ററും നമ്മളെപ്പോലെ. അതുകൊണ്ട് ഇടയ്ക്ക് ഒരു ദിവസം മാത്രം മാസ്റ്റർക്ക് ഒരു പിടിവിട്ടു, ഒന്ന് വീട്ടിൽ പോകണം എന്നുള്ളൊരാഗ്രഹം വന്നു. അപ്പം ഭഗവാനോട് മാസ്റ്റർ ചോദിക്കുന്നുണ്ട്, ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ എന്ന്, ഒന്ന് ഇടയ്ക്കൊന്ന് പോയെന്ന് അന്വേഷിച്ച് വരട്ടെ എന്ന് മാസ്റ്റർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഭഗവാൻ വളരെ കടുകട്ടിയായിട്ട് തന്നെ പറഞ്ഞു, സാധ്യമല്ല എന്ന്. വീട്ടിൽ പോകാൻ പറ്റില്ല. അത്രമേൽ ഭഗവാൻ മാസ്റ്ററെ, അതായത് ഇതാണ് ലാസ്റ്റ് പോയിൻ്റാണ് മാസ്റ്ററെ പിടിച്ചിരിക്കുന്നതിൻ്റെ. ഭഗവാന്റെ അടുത്ത ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നതിൻ്റെ ലാസ്റ്റ് പ്രോഗ്രാമാണിത്. ഇനി ഈ അടുത്ത ഘട്ടം, ഈ 1 മാസം കഴിയുന്നതോടുകൂടി, അതായത് മാസ്റ്റർ മഹാശയൻ ഇവിടെ വന്ന് താമസിക്കുന്ന ഈ 1 മാസം കഴിയുന്നതോടുകൂടി
പിക്ചർ മാറുക. മാസ്റ്റർ മഹാശയൻ്റെ പിക്ചർ മാത്രമല്ല, ടോട്ടൽ പിക്ചർ മാറുകയാണ്. അവതാരത്തിൻ്റെ ആ ഘടനയുടെ പിക്ചർ തന്നെ മാറും. ആ സാഹചര്യം മാറാൻ പോവുക. അപ്പം ഇത് ലാസ്റ്റ് ചാൻസായിട്ട് നിൽക്കുക. മാസ്റ്റർ മഹാശയൻ്റെ കർമ്മ പദ്ധതിയുടെ ലാസ്റ്റ് ചാൻസായിട്ട് ഭഗവാൻ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വിട്ടില്ല, ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. ഈ 1-ാം വോള്യം വചനാമൃതത്തിൻ്റെ 1-ാം വോള്യം അവസാനിക്കുമ്പോൾ ഭഗവാൻ മാസ്റ്ററെ പൂർണ്ണമായിട്ട് നീ ആരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ 1-ാം വോള്യം അവസാനിക്കുന്നതിന് മുമ്പ് മാസ്റ്ററെ നീ ആരാണ്, നീ എന്തിനാണ് ഇവിടെ വന്നത്, നിന്റെ ജന്മ ദൗത്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്ത് എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ ഈ വേറൊരു ഘട്ടത്തിൽ ഇത് പറഞ്ഞതാണ്. ഈച്ച് ആൻഡ് എവരി പേഴ്സൺ, നമ്മളൊന്നും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. എല്ലാവരുടെയും വരവിനൊരു കാരണമുണ്ട്. വെറുതെ ആരും മനുഷ്യനായി ഇവിടെ വരുന്നില്ല. ഭഗവാൻ അല്ലെങ്കിൽ ഈ ജന്മം ഒരു മനുഷ്യന് ജന്മം അത് ചുമ്മാ കിടക്കട്ടെ, എന്നാൽ പോയി ഭൂമിയിൽ പോയിട്ടൊന്ന് ജീവിച്ചിട്ട് വാ എന്ന് പറയുന്ന പോലെ ഓരോ ജന്മം പോലും ഇവിടെ ഉണ്ടാകുന്നില്ല. അത് മനുഷ്യനായിട്ടാണെങ്കിലും പുഴുവായിട്ടാണെങ്കിലും മൃഗമായിട്ടാണെങ്കിലും മറ്റ് സസ്യജാലങ്ങളായിട്ടാണെങ്കിലും പറവയായിട്ടാണെങ്കിലും എന്തായിട്ടാണെങ്കിലും ആ ജന്മം ഇവിടെ സംഭവിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ആ ജന്മം വരുന്നത്. അത് എല്ലാവരുടെയും നമ്മുടെ ഇപ്പം നമ്മൾ കാണുന്ന നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും നമ്മൾ ഉൾപ്പെടെ എല്ലാവരുടെയും ജന്മത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ജന്മോദ്ദേശം എന്താണ് എന്ന് ചിലർ നേരത്തെ മനസ്സിലാവും, ചിലർക്ക് വളരെ നേരത്തെ അത് മനസ്സിലാവും. അപ്പോൾ അവരത് ആ ജന്മോദ്ദേശം അനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും. അങ്ങനെ ചിലരെ നമുക്ക് കാണാം. ചിലർക്ക് വളരെ വൈകി കുറേ അന്ത്യഘട്ടത്തിൽ എത്തുന്നതിന് മുമ്പായിരിക്കും അത് ബോധ്യം വരുന്നത്. അവിടെ വെച്ചാണ് അവർ ടേണിംഗ് പോയിന്റ് എടുക്കുന്നത്. ചിലർക്ക് എന്തിനാണ് താൻ ഇവിടെ വന്നതെന്ന് ഒരു ബോധ്യവും കാണില്ല. ഇവിടുന്ന് പോകുന്നത് വരെയും അയാൾക്ക് ആ ബോധം ഉണ്ടാവില്ല. പക്ഷെ അയാൾ എന്തിനാണ് വന്നത് എന്നുള്ള കർമ്മം അയാൾ അവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കും. ഇതിനൊക്കെ അയാൾ അറിയാതെ തന്നെ. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ നമ്മുടെ കർമ്മം എന്താണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് നിർവഹിക്കുന്നതും അറിയാതെ നിർവഹിക്കപ്പെടുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അറിഞ്ഞുകൊണ്ട് നിർവഹിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം അതെങ്ങനെ എന്നുള്ളത് ഇവിടെ ഈ പറഞ്ഞ പോലെ മാസ്റ്റർ മഹാശയൻ അറിയില്ല തൻ്റെ ജന്മം എന്തിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മാസ്റ്റർ മഹാശയൻ അറിയില്ല. പക്ഷെ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്നതോടുകൂടി അത് ബോധ്യത്തിലേക്ക് വരികയാണ്. എന്തിനാണ് താൻ വന്നത് എന്നുള്ളതിൻ്റെ പൂർണ്ണ ബോധ്യം മാസ്റ്റർ മഹാശയൻ സംഭവിക്കും. അപ്പം ഈശ്വര സന്നിധിയിൽ വരുമ്പോൾ ഈശ്വര ആരാധനയുമായി മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ആ സാധനാ ജീവിതം നയിക്കുമ്പോൾ അയാൾക്കത് ബോധ്യമാവും. അപ്പോൾ അയാൾക്കൊരിക്കലും ഇച്ഛാഭംഗമില്ല, നൈരാശ്യമില്ല, ഒരു വിഷമവുമില്ല. അയാൾക്ക് മനസ്സിലായി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, എൻ്റെ റോൾ എന്താണെന്ന് മനസ്സിലായി. അതാണ് അതിനകത്തെ കാര്യം. ഇപ്പം നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ഒരു നാടകത്തിലെ ഒരു റോൾ നമ്മൾ നായകൻ്റെ റോളല്ല, മറിച്ച് ഒരു സഹനടൻ്റെ റോളായിരിക്കാം. അപ്പം സഹനടൻ്റെ റോളിൽ ആണ് ഞാൻ അഭിനയിക്കേണ്ടത് എന്ന് ആ നടൻ അറിയാം. അതുകൊണ്ട് നായകനായി അഭിനയിക്കുന്ന ആളുടെ അടുത്ത് അയക്ക് യാതൊരു വിധത്തിലുള്ള അസൂയോ ഗ്രഡ്ജോ ഒന്നുമില്ല. കാരണം അയാളുടെ ശ്രദ്ധ മുഴുവൻ ആ സഹനടനായി നിന്നുകൊണ്ട് തനിക്ക് എത്രമാത്രം ഗംഭീരമായിട്ട് അവതരിപ്പിക്കാം എന്നുള്ളതാണ്. അയാൾ പൂർണ്ണ സംതൃപ്തനാണ്. അപ്പം ആ സഹനടൻ എന്നുള്ള റോളാണ് തൻ്റേതെന്നും ആ പൂർണ്ണമായ നാടകത്തിൽ തൻ്റെ പങ്കാളിത്തം എന്താണെന്നും അയാൾക്ക് തിരിച്ചറിയാം. ഇത് തന്നെയാണ് ജീവിതത്തിലും സംഭവിക്കുന്നത്. ജീവിതത്തിൽ നമ്മുടെ റോൾ എന്താണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈശ്വരനുമായിട്ടുള്ള സഹവാസത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പം നമുക്ക് നൈരാശ്യമില്ല. നമ്മൾ എന്തുകൊണ്ട് മറ്റയാളായില്ല എന്നുള്ള വിചാരമേ, മറ്റയാളാവേണ്ട റോളിലല്ല നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്ന റോളിന് വളരെ പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഫങ്ഷനിങ് എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ ആ മഹത്വം മനസ്സിലാകുന്നത്.
ഓക്കെ. അപ്പോൾ ഇവിടെ മാസ്റ്റർ മഹാശയന് അത് ബോധ്യപ്പെട്ടു. അപ്പോൾ അത് ഈ 1-ാം വോള്യത്തിൽ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ വചനാമൃതത്തിൽ 498 പേജ് 98 98-ൽ മാസ്റ്ററെ കുറിച്ച് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട്. എന്താ അയാളുടെ റോൾ എന്താണ്, മാസ്റ്റർ മഹാശയൻ്റെ റോൾ എന്താണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ അത് ഈ വോള്യം അവസാനിക്കാറാകുമ്പോഴാണ്, നമ്മൾ അവിടെ എത്തിയിട്ടില്ല, എന്നാലും ആ ഭാഗം ഒന്ന് സൂചിപ്പിക്കാം. മാസ്റ്ററോട് ശ്രീരാമകൃഷ്ണദേവൻ പറയുകയാണ്, നോക്ക്, നീ വിചാരം ചെയ്തത് അധികമായി, മതി, ഇനി വേണ്ട എന്ന് പറയുമ്പോൾ മാസ്റ്റർ തൊഴുകയോടെ പറഞ്ഞു ഇല്ല എന്ന് പറയുന്നുണ്ട്. ഒരു വിഷയം കടന്നു വരുന്നതാണ് അവിടെ. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്ററോട് പറയുകയാണ്, നിന്റെ സ്ഥാനം, നീ ആര്, നിന്റെ ഉള്ളും പുറവും, നിന്റെ മുമ്പത്തെ കഥ, നിനക്കിനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതൊക്കെ അറിയാം എനിക്ക് ഇല്ലേ എന്ന് മാസ്റ്ററോട് ചോദിക്കുകയാണ്. നോക്ക്, ശ്രീരാമകൃഷ്ണദേവൻ തന്നെ മാസ്റ്ററോട് പറയുകയാണ്. ഈ സാധനാകാലം തീരുന്നില്ല, സാധനാകാലത്തിൻ്റെ ആ അവസാന ഭാഗത്ത് എത്തുമ്പോഴുള്ള കാര്യമാണിത്. ഇവിടുത്തെ സാധകനായി ആ 21 ദിവസത്തെ ജീവിതത്തിൻ്റെ അവസാന ഭാഗം, ആ 21 ദിവസത്തെ താമസത്തിൻ്റെ അവസാന ഘട്ടം വരുമ്പോഴാണിത്. അപ്പം നിന്റെ സ്ഥാനം എന്ത്, നീ ആരാണ്, നിന്റെ ഉള്ളിലും പുറവും എന്താണ്, നിന്റെ മുമ്പലത്തെ കഥ എന്താണ്, നിനക്കിനി എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്, ഇതൊക്കെ എനിക്കറിയാം അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം മാസ്റ്റർ മഹാശയൻ തൊഴുകയോടെ നിന്ന് പറയണം, ഉവ്വ്, അങ്ങേക്കറിയാം. നിനക്ക് കുട്ടിയുണ്ടെന്ന് കേട്ടു ആദ്യം നീ വന്നപ്പോൾ, അല്ലേ, നമുക്ക് തുടക്കത്തിൽ അറിയാം. നീ ഇവിടെ ആദ്യം വന്നപ്പോൾ നിനക്ക് കുട്ടിയുണ്ടെന്ന് ഞാൻ കേട്ടു, എന്നിട്ട് നിന്നെ ഞാൻ ശകാരിച്ചു. ഇനി പോയി വീട്ടിൽ താമസിക്കുക, അവരറിയട്ടെ നീ അവരുടെ സ്വന്തമാണെന്ന്. അപ്പോൾ ഇത് ലാസ്റ്റിൽ ഈ താമസം കഴിഞ്ഞ് തിരിച്ച്, ഈ സാധനാ ജീവിതം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സന്ദർഭമായപ്പോൾ മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തിയതാണ്. നീ ഇവിടെ ആദ്യം വന്നപ്പോൾ നിന്നെ ഞാൻ ശകാരിച്ചു. എങ്ങനെ ശകാരിച്ചു? നിനക്ക് കുട്ടിയുണ്ട്, കുടുംബമുണ്ട്, ഭാര്യ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ ശകാരിച്ചു എന്ന് പറഞ്ഞാൽ നിന്നെ ഒരു തരം കളിയാക്കുകയൊക്കെ ചെയ്തു, നിന്നെ ശകാരിച്ചു. നമുക്കറിയാം ഇതിൻ്റെ തുടക്കത്തിൽ ആ സംഭവിച്ചത്. പക്ഷെ ഇപ്പം ഭഗവാൻ പറയുന്നു, നീ ധൈര്യമായിട്ട് വീട്ടിൽ പോകും, എന്നിട്ട് നീ വീട്ടിൽ പോയി താമസിക്കുക. ഇനി നീ വീട്ടിൽ പോയി താമസിച്ചാൽ നിനക്ക് ഒരു കുഴപ്പവും പറ്റില്ല. നീ അവരുടെ സ്വന്തമാണെന്നുള്ള ബോധത്തോടു കൂടി, അവർക്ക് നീ അവരുടെ സ്വന്തമാണെന്നുള്ള ബോധത്തോടു കൂടി തന്നെ നീ അവിടെ പോയി താമസിച്ചു. പക്ഷേ നിന്റെ ഉള്ളിൽ ഉണ്ടാവണം, നീ അവരുടെ സ്വന്തമല്ല, അവർ നിന്റെയും സ്വന്തമല്ല. ഇത് പറഞ്ഞാണ് മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തി. ആ ട്രെയിനിങ് പീരീഡിൻ്റെ ലാസ്റ്റിൽ പറയുന്നതാണ്. അത് നമ്മളിപ്പോൾ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞാണ് ഇവിടുന്ന് ഈ 21 ദിവസത്തെ താമസത്തിന് ശേഷം മാസ്റ്റർ മഹാശയൻ പോകുന്നത്. അതായത് 1884 ജനുവരി 5 വരെയാണ് ഈ 1-ാം വോള്യം എഴുതി അതിൻ്റെ ഭാഗം തിരിച്ചിരിക്കുന്നത്. 1884 ജനുവരി 5 വരെയുള്ളത്. അതായത് മാസ്റ്റർ ഇവിടെ താമസിക്കാൻ വന്നിട്ട് 23 ദിവസത്തെ താമസമാണ് ഇവിടെയുള്ള. ആ 23 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, ഇനി നീ വീട്ടിൽ പൊക്കോ എന്നും പറഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോഴാണ്. അപ്പം അതിനിടയിലാണ് ഈ സാധനാ ജീവിതത്തിൽ മാസ്റ്ററുടെ പരിശീലനങ്ങൾ മുഴുവൻ നടക്കുന്നത്. അതിനിടയിലാണ്, ഈ 23 ദിവസത്തിനിടയിലാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കതിൻ്റെ ഒരു 14 ദിവസത്തെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അത്രേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 14 ദിവസത്തെ മാത്രമാണ് മാസ്റ്റർ മഹാശയൻ ഡയറിയിൽ കുറിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 23 ദിവസവും എന്ത് സംഭവിച്ചു എന്ന് നിർഭാഗ്യവശാൽ നമുക്ക് അറിയാൻ മാർഗമില്ലാതെ പോയി. പക്ഷെ ആ 14 ദിവസം മതി. ആ 14 ദിവസത്തെ ഡയറി കുറിപ്പ് കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമാവും. അടുത്ത വോള്യം, അതായത് നമ്മളിപ്പോൾ ഇത് വിഭജിച്ചതിൻ്റെ കണക്കാണ്. സാധാരണഗതിയിൽ അങ്ങനെ വിഭജിച്ചു എന്നുള്ള തോന്നൽ വേണ്ട. അതായത് ഈ സാധനാ ജീവിതത്തിൻ്റെ, ഈ സാധനാകാലത്തിൻ്റെ ഈ അവധിക്കാലം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത
ഘട്ടത്തിലേക്ക് വരുമ്പോൾ, നമ്മുടേതാകുമ്പോൾ മലയാളത്തിൽ വരുമ്പോൾ അത് സെക്കൻഡ് വോള്യം ആകുന്നു. സെക്കൻഡ് വോള്യത്തിലേക്കുമ്പോൾ 1884 ഫെബ്രുവരി 2-നാണ് സെക്കൻഡ് വോള്യം തുടങ്ങുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഏകദേശം ഒരു മാസത്തെ കാര്യം ഇതിനകത്തില്ല. ഈ സാധനാ ജീവിതം കഴിഞ്ഞിട്ട് ഈ വെക്കേഷൻ പീരീഡ് ദക്ഷിണേശ്വരത്ത് ഭഗവാനോടൊപ്പം താമസിച്ചിട്ട് 23 ദിവസം താമസിച്ച് സാധന ചെയ്ത ശേഷം വീട്ടിൽ പോയിട്ട്, അതായത് ജനുവരി 5-ന് വീട്ടിൽ പോവുകയാണ് തിരിച്ച്. ജനുവരി 5-ന് വീട്ടിൽ പോയ ആൾ പിന്നെ ഫെബ്രുവരി 2-നാണ് അടുത്ത ഡയറി കുറിപ്പ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു മാസം, ജനുവരി 5-നും ഫെബ്രുവരി 2-നും ഇടയ്ക്കുള്ള ഏകദേശം ഒരു മാസം, അതാണ് അൺനോൺ പീരീഡായിട്ട് നിൽക്കുന്നത്. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ദക്ഷിണേശ്വരത്തേക്ക് വന്നുമില്ല. ഈ ഒരു മാസത്തേക്ക് ദക്ഷിണേശ്വരത്തേക്ക് മാസ്റ്റർ മഹാശയൻ വന്നതേയില്ല. അതാണ് ഭഗവാൻ ചോദിച്ചത് പിന്നീട്. അതായത് നമ്മുടെ സെക്കൻഡ് വോള്യം ആരംഭിക്കുമ്പോൾ ഭഗവാൻ ചോദിക്കുന്നത്, നിനക്കെന്താ സുഖക്കേട് വല്ലതും പിടിച്ചോ? നീ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലല്ലോ. കാരണം ഭഗവാനും ഇവിടെ ചിലത് സംഭവിക്കുന്നു. ഭഗവാൻ ആ വേലിയുടെ വശത്ത് ചെന്ന് മറിഞ്ഞു വീണ് കൈയൊടിക്കും. അപ്പോൾ രണ്ടാം വോള്യം തുടങ്ങുമ്പം ആ കൈയൊടിഞ്ഞ ആ അവസ്ഥയിലാണ് തുടങ്ങുന്നത്. അപ്പം ഈ സംഭവിച്ച അപകട സന്ധിയിലൊന്നും ആ ഒരു മാസം മാസ്റ്റർ മഹാശയൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ചോദിച്ചത്, നീ പിന്നെ ഇങ്ങോട്ട് വന്നേ ഇല്ലല്ലോ. സാധനയും കഴിഞ്ഞ് സാധനാ ജീവിതവും കഴിഞ്ഞ് പോയ ആൾ പിന്നെ വന്നിട്ടേ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് എന്താ നിനക്ക് സുഖമില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇപ്പം നിനക്ക് മാറിയോ? നിൻ്റെ എല്ലാം മാറിയോ? അസുഖമൊന്നും ഉണ്ടായില്ലല്ലോ, മാറിയോ? ചിലപ്പോൾ ഈ ഒരു മാസത്തെ സാധനാ ജീവിതം ശാരീരികമായും മാനസികമായിട്ടും ഒക്കെ ഒരുപാട് ഒരു ലൗകിക മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥാശ്രമിയെ ഒരുപാട് ഈ ആയുർവേദ എണ്ണയിട്ട് തിരുമ്മി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ പോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണുമായിരിക്കാം. അത്രയും കഠിനമായ ഈശ്വരനോടൊപ്പമാണ്. സാധാരണ എവിടെയെങ്കിലും പോയി ഒരു സുഖവാസ കേന്ദ്രത്തിൽ ഒരു മാസം താമസിച്ച പോലെ അല്ല, സാക്ഷാൽ ഈശ്വരനോടൊപ്പമാണ് ജീവിച്ചത്. ഒരു ഗൃഹസ്ഥാശ്രമി ഈശ്വരനോടൊപ്പം, ക്ലോസ് ടു ഗോഡ്, ഈശ്വരനോടൊപ്പം ജീവിക്കുക. അപ്പം അത് ആ സാധാരണ ശരീരത്തിന് അത് എത്രമാത്രം താങ്ങാൻ പറ്റും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത്. വെയിലത്ത് നിൽക്കുന്ന പോലെയാണ്, സൂര്യപ്രകാശത്തിൽ ഇറങ്ങി നിൽക്കുന്ന പോലെയാണ് മുഴുവൻ സമയവും. അത്രമാത്രം കഠിനമായ തപം ആ സാമീപ്യത്തിൽ സംഭവിക്കും ഒരു ലൗകിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ശ്രീരാമകൃഷ്ണ വചനാമൃതം വായിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഈ മാസ്റ്റർ മഹാശയൻ്റെ 23 ദിവസം എന്ന് പറയുന്നത്, അതായത് ഈ 23 ദിവസത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇനി അങ്ങ് തുടങ്ങി ഈ 23 ദിവസത്തെ ഘടനയിലൂടെയാണ് വചനാമൃതത്തിലൂടെ നമുക്ക് പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു നല്ല കാര്യം, ഈ 23 ദിവസം മാസ്റ്റർ മഹാശയൻ സ്വീകരിച്ച ആ 23 ദിവസത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുക. നമ്മുടെ 23 ദിവസം നമുക്ക് എത്രമാത്രം ഒരു സാധനാ ജീവിതം അനുഷ്ഠിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ അത് പകർത്താൻ പറ്റും, ഈ 23 ദിവസത്തെ നമ്മൾ എങ്ങനെ കൃത്യമായി ഈശ്വര സാന്നിധ്യത്തോടുകൂടി സാങ്കല്പികമായി, നമ്മുടെ അടുത്ത് ഭഗവാൻ ഉണ്ടല്ലോ, സങ്കല്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ മാസ്റ്റർ മഹാശയൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് പോയത് സങ്കല്പമൊന്നുമല്ല, യാഥാർത്ഥ്യമാണ്. ഭഗവാൻ ഇവിടെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമുക്കും ഉള്ള സ്ഥിതിക്ക് നമുക്കും അത് അനുഷ്ഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഘടനാവിശേഷത്തിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്ന് മാത്രം.
അത് നമ്മൾ സ്വയം സ്വീകരിക്കണം. നമ്മുടെ അടുത്ത് ഭഗവാനുണ്ടെന്നും നമ്മൾ ഇരിക്കുന്നത് ദക്ഷിണേശ്വരത്താണെന്നുമുള്ള മാനസികമായ സങ്കല്പത്തോടു കൂടി നമുക്ക് ഈ 23 ദിവസത്തെ എങ്ങനെ അനുഷ്ഠിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. വളരെ രസകരം. നമുക്ക് വളരെ എന്താ പറയുക, എനിക്ക് അതിൻ്റെ ഭാഷ അറിയില്ല പറയാൻ. അത്രമേൽ നമുക്കത് ആനന്ദത്തോടു കൂടി, അല്ലെങ്കിൽ നമ്മൾ അത്രയും അതിനകത്ത് ഇൻവോൾവ് ആയിട്ട്, ഈ മാസ്റ്റർ മഹാശയൻ എത്രമാത്രമാണോ അതിനകത്ത് ഇൻവോൾവ് ആയത് അതേ ഘടനയിൽ നമുക്കിത്, കാരണം ഇത് വായിക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും മാസ്റ്റർ മഹാശയൻ്റെ ആ ഇൻവോൾവ്മെൻ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളുമൊക്കെ ഒരു മാസ്റ്റർ മഹാശയനായി മാറുന്നു എന്നുള്ള സങ്കല്പത്തിലേക്ക് നമുക്കിതെങ്ങനെ പോകാൻ പറ്റും. അതായത് ഈ സാധനാകാലം എങ്ങനെ നമ്മൾ വിനിയോഗിക്കുന്നു എന്നതാണ്. നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു, ഇനിയിപ്പോൾ ഏത് തരത്തിലായാലും കുഴപ്പമില്ല. ഈ 23 ദിവസത്തെ സാധനാകാലം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് കൂടി ഈ വായനയുടെ ഒരു ഫലമായിട്ട് വരേണ്ടതാണ്. അല്ലെങ്കിൽ ഇതൊരു നോവൽ വായിച്ച പോലെ ആയിട്ട്. ഇതിൻ്റെ ഇനി വരുന്ന എല്ലാ ഭാഗങ്ങളും, അതായത് ഇതിനെ തുടർന്ന് ഇവിടം മുതൽ ഇനി അങ്ങോട്ട് വരുന്ന ഭഗവാന്റെ മഹാസമാധി വരെ വരുന്ന എല്ലാ ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിനൊത്ത് നിൽക്കുന്നത്, നമ്മൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ പരിഭാഗപ്പെടുത്തുന്നു, നമ്മൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് പ്രധാനമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ വായന വെറുതെ കുറെ വായിച്ചു പോകാമെന്ന് മാത്രം. വായിച്ചു കഴിഞ്ഞിട്ട് ഒരു പ്രയോജനമില്ലാതെ വായിച്ചു പോകാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈശ്വരനോടൊപ്പം സഹവസിക്കുന്നു എന്ന് നമുക്ക് ഭാവന ചെയ്യാൻ പറ്റും. നമുക്ക് പരമാവധി ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ലഭ്യമാകുന്നിടത്തോളം ഗ്രന്ഥങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ വായിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ 23 ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന എന്തെങ്കിലും ഒരു ടാസ്ക് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും, ഒരു പ്രവൃത്തി. അതായത് നമ്മുടെ സാധന കാലത്തിന് അനുസരണമായ പ്രവൃത്തി 23 ദിവസം കൊണ്ട് ഞാൻ പൂർത്തീകരിക്കും എന്ന് തീരുമാനിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. തീർത്ഥാടനമാകാം. ഈ 23 ദിവസം തീർത്ഥാടനം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും വിദൂരങ്ങളിൽ പോകുന്ന അതല്ല, ആ അർത്ഥത്തിലല്ല തീർത്ഥാടനം എന്ന് പറഞ്ഞത്. നമ്മൾ എങ്ങനെയാണ് പവിത്രമായ, അതാണ് ഭഗവാൻ ഇത് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾക്ക് പ്രാധാന്യമുണ്ടെന്ന്. ഈ സന്ദർഭത്തിൽ മാസ്റ്റർ മഹാശയനോട് പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞ് നമ്മളിവിടെ വായിച്ചതാണ്. തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ വളരെ പ്രധാനമാണ്. സ്ഥലം വളരെ പ്രധാനം. മാസ്റ്റർ മഹാശയൻ ഒരു സ്ഥലമേ തിരഞ്ഞെടുത്തുള്ളൂ, നമ്മുടെ ഈ ദക്ഷിണേശ്വരം മാത്രമാണ് തിരഞ്ഞെടുത്തത്. കാര്യം അവിടെ ഭഗവാനോടൊപ്പം അവിടെ താമസിക്കുന്നു എന്നുള്ള ബോധത്തോടു കൂടി. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഒരു പ്രധാനം. അപ്പം നമ്മൾക്ക് എങ്ങനെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം, നമ്മൾ സ്വതവേ തിരഞ്ഞെടുത്ത സ്ഥലം എങ്ങനെ ഒരു ദക്ഷിണേശ്വരമായി കൺവെർട്ട് ചെയ്യപ്പെടുന്നു, അതാണ് അതിൻ്റെ ആ തീർത്ഥാടനം ആകാം എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ ഫലം. അതാണ് അത് നമ്മൾ നമ്മുടെ സ്ഥലത്തെ നമ്മൾ എങ്ങനെയാണ് ഒരു ദക്ഷിണേശ്വര രൂപത്തിലേക്ക് ഭാവന ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രധാനം. അതേപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മളൊരു ഈ സാധനാകാലം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ കൂടെ താമസിച്ച് സാധന അനുഷ്ഠിച്ചെന്നൊക്കെ ആണെങ്കിൽ ശ്രീരാമകൃഷ്ണൻ ഇടയ്ക്ക് മാസ്റ്റർ മഹാശയനോട് പറയും, ഈ ഇംഗ്ലീഷുകാരൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷുകാരെന്ന് പറഞ്ഞത് സായിപ്പന്മാരെ ഉദ്ദേശിച്ചല്ല, ഈ മാസ്റ്റർ മഹാശയനെ പോലുള്ള ആളുകളെ തന്നെ ഉദ്ദേശിച്ചാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയവരാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ഇൻവെർട്ടഡ് കോമയിലാണ് ഇംഗ്ലീഷുകാരെന്ന് പറയുന്നത്. അപ്പം ഈ ഇംഗ്ലീഷുകാരൊക്കെ എന്നെ കാണാൻ ഇങ്ങനെ എൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കൂ എന്ന് ഭഗവാൻ ചോദിക്കുന്നുണ്ട്. അതായത് മാസ്റ്റർ മഹാശയനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഉത്ബോധത്തോടു കൂടിയാണല്ലോ മാസ്റ്റർ മഹാശയൻ ആദ്യമേ ഇവിടെ വരുന്നത്. അതാണല്ലോ തുടക്കത്തിൽ, ആദ്യ ഘട്ടത്തിൽ മാസ്റ്റർ മഹാശയൻ
പുസ്തകം വായിക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ധാരണ വരുന്ന അങ്ങനെ. അതുകൊണ്ടാണ് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ചിന്തക്കിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കും. അതാണ് പറഞ്ഞത്. ഇംഗ്ലീഷുകാരൊക്കെ ഇപ്പം ഇങ്ങനെ ഇവിടെ ഒക്കെ വന്ന് താമസിക്കുമോ? ഈ 2ാം വോള്യം തുടങ്ങുമ്പോൾ നമ്മളിവിടെ ഇതിൽ വചനാമൃതത്തിൻ്റെ 2ാം വോള്യം തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ ഏതൊരു ഈശ്വരീയ കഥ, അതായത് അവതാര കഥ മനസ്സിലാക്കുമ്പോഴും അവതാരത്തിലേക്കല്ല നേരിട്ട് പോകേണ്ടത്, സുപ്രീം പവറിലൂടെ അവതാരത്തിലേക്ക് പോകണം. ഭഗവാൻ ഇവിടെ നമുക്ക് ഇന്ന് പറഞ്ഞ് നിർത്താവുന്ന ഒരു ഭാഗം അതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ദിവസം പറയാം. ഇന്ന് പറഞ്ഞു തരുന്നത് ഭഗവാൻ അത് ശ്രീരാമകൃഷ്ണദേവൻ നമുക്ക് നൽകുന്ന നല്ല മാസ്റ്റർ മഹാശയന് കൊടുത്ത ഉപദേശം തന്നെ നമുക്ക് കിട്ടിയ ഉപദേശമാണ്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നല്ലൊരു ഉപദേശമായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ അവതാരത്തിലേക്ക് ഡയറക്റ്റ് പോകുന്നതാണ് നമുക്കുണ്ടാകുന്ന അപകടം. അതായത് അവതാരത്തിലേക്ക് നമ്മൾ നേരിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അത് അബദ്ധത്തിൽ ചെന്ന് ചാടും. അവതാരത്തെ മനസ്സിലാക്കുന്നതിന് സുപ്രീം സോളിനെ ബ്രഹ്മത്തെ മനസ്സിലാക്കിയിട്ട് ആ ബ്രഹ്മത്തിൽ നിന്ന് അവതാരത്തിലേക്ക് വരണം. ആ പരിശീലനമാണ് മാസ്റ്റർ മഹാശയന് ഇനി കൊടുക്കാൻ പോകുന്നത്. ബ്രഹ്മത്തിലേക്ക് പോയിട്ട് ബ്രഹ്മത്തെ അറിഞ്ഞ് അവതാരത്തിലേക്ക് വരണം. ബ്രഹ്മത്തെ അറിയാതെ അവതാരത്തിലേക്ക് വന്നാലുള്ളൊരു കുഴപ്പം, ഈ അവതാരത്തെ നമുക്ക് മനസ്സിലാകാതെ പോകും. അവതാരം ഇപ്പം കാളിയൻ്റെ പുറത്ത് നൃത്തം ചെയ്തു, അതങ്ങനെ നടക്കൂ. അല്ലെങ്കിൽ മന്ദരപർവ്വതം ഉയർത്തിപ്പിടിക്കാൻ പറ്റൂ വിരലിൽ? ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെ വരുന്ന, അതായത് ഒരു അവതാരത്തിൽ സംഭവിക്കുന്ന വിവിധങ്ങളായ സംഭവങ്ങൾ, അത് ശ്രീരാമൻ്റെ ജീവിതത്തിലായാലും ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിലായാലും ഏത് അവതാര ജീവിതത്തിലായാലും, ഈ അവതാരം വിചാരിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഈ അവതാരത്തെ നമുക്ക് ഉൾക്കൊള്ളാം. അതുകൊണ്ടാണ് യുക്തിവാദം ഉണ്ടാകുന്നത്. യുക്തിവാദം ഉണ്ടാകുന്നതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ബ്രഹ്മത്തെ മനസ്സിലാക്കാതെ അവതാരത്തെ ഡിഫൈൻ ചെയ്യാൻ പോയി. അവതാരത്തെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ബ്രഹ്മത്തെ ആദ്യം അറിയണം. ബ്രഹ്മത്തെ മനസ്സിലാക്കിയിട്ട് ബ്രഹ്മം വഴി അവതാരത്തിലേക്ക് വരണം. അപ്പോൾ ബ്രഹ്മത്തിലെ അറിയാനുള്ള പരിശീലനം നേടിയിട്ട് അവതാരത്തെ കാണണം. അല്ലാതെ ഡയറക്റ്റ് അവതാരത്തിലേക്ക് പോയാലുള്ള കുഴപ്പം, നമുക്ക് ഈ അവതാരത്തെ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അതാണ് ഭഗവാൻ ഇവിടെ തുടക്കത്തിലെ പറഞ്ഞു, ശ്രീരാമനും സീതയും രണ്ടല്ല ഒന്നാണ് എന്ന്. അതാണ് ആ ബ്രഹ്മത്തെ അറിയാത്ത ഒരാൾക്ക് സീത എന്ന പെണ്ണ്, ശ്രീരാമൻ എന്ന ആണ്. ദശരഥൻ്റെ മകൻ ശ്രീരാമൻ, ജനകൻ്റെ മകള് സീത, 2 പേര് എന്നുള്ളത്. ഇതാണ് അവതാരത്തെ നേരിട്ട് കാണുമ്പോഴുള്ള കുഴപ്പം. ബ്രഹ്മത്തെ അറിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. വസിഷ്ഠൻ അതാണ് പറഞ്ഞത്, അങ്ങ് തന്നെയാണല്ലോ അത്, ഇത് തന്നെയാണല്ലോ അത് വസിഷ്ഠന് ബ്രഹ്മത്തെ അറിയാം. അപ്പം ബ്രഹ്മത്തെ മനസ്സിലാക്കിയിട്ട് അവതാരത്തെ കാണണം. അപ്പം ബ്രഹ്മത്തെ എങ്ങനെ, ഇത് കൊള്ളാം. അപ്പം നമുക്ക് ബ്രഹ്മത്തെ അറിയാൻ അത്ര എളുപ്പമാണ്. അതാണ് ഭഗവാൻ ഇവിടെ ഈ 23 ദിവസത്തെ മാസ്റ്റർ മഹാശയന് നൽകുന്ന പരിശീലനം. അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും മാസ്റ്റർ മഹാശയൻ കുറിച്ചു വച്ച ഇതിലൂടെ നമുക്കും ബ്രഹ്മത്തെ അറിയാനുള്ള എളിയ ശ്രമം നമുക്കും ഇതിനകത്ത് ലഭിക്കും. അത്രയും നമ്മൾ അർപ്പിതമായാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. അത് കുറച്ച് നല്ല ശ്രദ്ധ കിട്ടേണ്ട ഒരു ഭാഗമാണ്. നമുക്കത് അടുത്ത തവണ എങ്ങനെയാണ് ഭഗവാൻ ഈ പരിശീലനം, ബ്രഹ്മത്തെ അറിയാനുള്ള പരിശീലനം മാസ്റ്റർ മഹാശയന് നൽകിയത്. മാസ്റ്റർ മഹാശയന് മാത്രമല്ല നൽകിയത്, ആ പരിശീലനം നമുക്കും കൂടെ ചേർത്താണ്. അതിനാണ് ഈ പുസ്തകം നമുക്ക് തന്നത്. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അത് അടുത്ത തവണ നമുക്ക് അതിലെ ആ ഭാഗത്തേക്കും കൂടെ നോക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ജയ് ശ്രീരാം. നമസ്തേ 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 നമസ്തേ. ഏതാ അതെ. അത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം വരും, കരച്ചിട്ട് വരും.
അതെ 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 ഏയ്. ആ ചോദിക്കാം. ഉം. അതെ അതെ തീർക്കാം തീർക്കാം.